ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖിലെ അദ്ദർസു സാദിസ് 6ാമത്തെ പാഠം അഫ്ളലുൽ അഅമാൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെയുണ്ടായിരുന്ന അബൂദർറാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. ഹദീസ് വായിച്ച് ഇസ്മായിൽ നിവർന്നിരുന്നു. ആവേശത്തോടെ അവൻ ഗ്രന്ഥത്തിൻ്റെ അടുത്ത പേജ് മറച്ചു. ഇസ്മായിൽ ഹദീസ് ഗ്രന്ഥം വായിക്കുകയാണ്. അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം വായിച്ചതാണ്. അബൂദർറാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരം പിടിച്ചു കുലുക്കുന്നു. ഇല പൊഴിയുന്ന കാലമായിരുന്നു അന്ന്. ആ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. അബൂദർറാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഈ പേര് ആരോടാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്നത് ചോദ്യം വരാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അബൂദർറാ റളിയല്ലാഹു അൻഹുവിനോടാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹേളുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്തു തന്നെ നിർവഹിക്കണം. നിസ്കാരം നിർബന്ധമില്ല ആർക്ക്? ഹേളുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. അത് മനസ്സിലാക്കുക. പിന്നെ നിസ്കാരം നിർബന്ധമില്ലാത്തത് ആരാണ്? ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക, ബ്രാക്കറ്റ് ഇട്ടിട്ട്. ഇനി നിസ്കാരം നിർബന്ധമാണ് ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. നിസ്കാരം നിർബന്ധമാണ് ആർക്ക് എന്നത്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. മനസ്സിലാക്കുക. നിസ്കാരം ഹറാമുള്ളത് ഹേളുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്തു തന്നെ നിർവഹിക്കണം. അപ്പോൾ ഇതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നിസ്കാരം ഡാഷ് തന്നെ നിർവഹിക്കണം, കൃത്യസമയത്ത് നമ്മൾ എഴുതി കൊടുക്കുക. മനസ്സിലാക്കുക. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. മസ്ജിദിൽ നിന്ന് അദാൻ മുഴങ്ങി. ഗ്രന്ഥം മടക്കി വെച്ച് ഇസ്മായിൽ മസ്ജിദിലേക്ക് നടന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചതാണ്, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. അതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധവുമാണ്. മനസ്സിലാക്കുക. ഹാഫിളു അലസ്സലവാത്ത്, എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുക. ഹാഫിളു
അലസ്വലവാത്ത്, എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുക. അപ്പോൾ പാഠത്തിൻ്റെ അടിയിൽ വന്ന വേർഡ്സുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കി തദ്രിബാത്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വരുന്നത് നുബയ്യിൻ സിയാക്കാണ്, സന്ദർഭം എഴുതാനാണ്. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു. സന്ദർഭം എഴുതാൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇല പൊഴിയുന്ന കാലമായിരുന്നു അത്. അവിടുന്ന് 2 മരങ്ങളുടെ കൊമ്പുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ കൊഴിഞ്ഞു വീണു. കൂടെയുണ്ടായിരുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ഈ മരക്കൊമ്പിലെ ഇലകൾ കൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. നംലുൽ ഫറാ വിട്ട പാപം പൂരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന ഡേഷിനോട് പറഞ്ഞു. ആരോടാണ്? അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പാഠത്തിൽ. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മനസ്സിലാക്കുക. അടുത്തത് നിസ്കാരം ഡേഷിൻ്റെ തൂണാണ്. എന്താണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അടുത്തത് ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ഡേഷിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും, ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. മുസ്ലിമിനും മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയതാണ് ഹൈലുകാരിക്കും നിഫാസുകാരിക്കും. അടുത്തത് നിസ്കാരം ഖളാ ആയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. ഖളാ ആയാൽ ഉടനെ വീട്ടൽ, ഉടനെ എന്നവിടെ ഇതാ. നിസ്കാരം ഖളാ ആയിപ്പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കുക. അടുത്തത് നിസ്കാരം ഡാഷ് സമയത്ത് നിർവഹിക്കണം. എന്തായിരുന്നു? കൃത്യസമയത്ത് നിർവഹിക്കണം. നമ്മൾ പാഠം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആക്കൽ വലിയ പാപമാണ്. അടുത്തത് നക്തുബുൽ ഫിക്ര, ഒരു ഖണ്ഡിക എഴുതണം. അഹബ്ബുൽ അമലി ഇലല്ലാഹി. എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹു തആലാക്ക് ഏത് കർമ്മമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയിപ്പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധവുമാണ്. അപ്പം അത് മനസ്സിലാക്കി എഴുതാം. അഫ്ളലുൽ അമാൽ എന്നതിനെ കുറിച്ചിട്ട് ഇതുപോലെ ഒരു ഖണ്ഡിക എഴുതാൻ വരും. അവസാനത്തെ ചോദ്യമായിട്ട് വരാം. അപ്പം നമുക്ക് ഈ പാഠത്തെക്കുറിച്ച് ചുരുക്കി എഴുതാൻ കഴിയണം, മനസ്സിലാക്കാം. എന്താണ്? നിസ്കാരം കൃത്യസമയത്തു തന്നെ നിർവഹിക്കണം. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പം ഇത്രയും നമുക്ക് ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇനി ഇവിടെ വരുന്നവർക്ക് നഖ്റഉ വ നക്തുബു വായിച്ചത് ഇവിടേക്ക് പകർത്തി എഴുതാനാണ്. അഹബ്ബുൽ അമലി ഇലല്ലാഹി അബൂദരിൽ ഇഫാരി റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ പ്രായപൂർത്തി, ഭ്രാന്ത്, ബോധക്ഷയം, കൊഴിഞ്ഞു വീണു, കൃത്യസമയം, കർമ്മം,
മുഴങ്ങി. അപ്പോൾ അതൊക്കെ വായിച്ച് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് അക്ഷരങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും എഴുതാനൊക്കെ സഹായിക്കുന്നത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ 6ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.